പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ചൊവ്വാഴ്ച മറ്റന്നാൾ നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിലെ ചില സർപ്രൈസുകളെ സംബന്ധിച്ചാണ്. അപ്പോൾ ജോൺ സീന മറ്റന്നാൾ നടക്കുന്ന റോ എപ്പിസോഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലൂടെ 2 പോസ്റ്റുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പോസ്റ്റ് അദ്ദേഹം സ്വന്തം നാട്ടിൽ നടക്കുന്ന റോ എപ്പിസോഡിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടും ആരംഭിക്കാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ അവസാന എതിരാളിയെ കണ്ടുപിടിക്കുന്ന ടൂർണമെൻറ്റിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടും പങ്കുവെച്ച ആ ഒരു ട്വീറ്റ് ആയിരുന്നു. ആ ഒരു ട്വീറ്റിൽ ആ ടൂർണമെൻറ്റിൽ വലിയ സർപ്രൈസുകൾ നടക്കുന്നുണ്ടെന്ന് ജോൺ സീന വെളിപ്പെടുത്തുകയുണ്ടായി. രണ്ടാമത് പങ്കുവെച്ച ആ ഒരു പോസ്റ്റിൽ അദ്ദേഹം സെയിം ആയിട്ടുള്ള ആ ഒരു കണ്ടൻറ്റാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അപ്പിയറൻസുകളിൽ ഒന്ന് സ്വന്തം ജന്മനാട്ടിൽ വെച്ച് നടക്കുമ്പോൾ അതിൽ വലിയ തനിക്ക് ആകാംക്ഷയുണ്ടെന്നും വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാമെന്നും ജോൺ സീന പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ജോൺ സീന ഉദ്ദേശിക്കുന്ന സർപ്രൈസ് എന്നുള്ളതാണ് ഇപ്പോൾ റെസ്ലിംഗ് ലോകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അതിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഓൾറെഡി ഏറ്റവും അവസാനമായി കഴിഞ്ഞ ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ LA നൈറ്റിനെ ഈ ഒരു ടൂർണമെൻറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ LA നൈറ്റ് ആരെയാണ് നേരിടാൻ പോകുന്നത് എന്നുള്ളത് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സർപ്രൈസ് മിസ്റ്ററി ഒപ്പോണൻറ്റ് ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു റൂമർ നിലവിൽ ലഭിക്കുന്നുണ്ട്. അത് TNA റെസ്ലിംഗിൻ്റെ മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനും ഇപ്പോൾ NXT വീക്ക്ലി എപ്പിസോഡിൽ ആക്റ്റീവായിട്ടുള്ള TNA റെസ്ലിംഗ് കോൺട്രാക്റ്റുള്ള ജോ ഹെൻറി ആയിരിക്കുമെന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ജോ ഹെൻറി ഈ ഒരു ടൂർണമെൻറ്റിൽ സെമി ഫൈനൽ വരെയോ അല്ലെങ്കിൽ ഫൈനൽ വരെയോ എത്താൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ളൊരു റൂമറും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ജോ ഹെൻറിയാണ് ആ ഒരു ഒപ്പോണൻറ്റ് എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ ജോ ഹെൻറിയെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ ജോൺ സീന ഒരു മത്സരത്തിന് ഇറങ്ങിയേക്കാൻ സാധ്യത ഉണ്ടെന്നും ഒരു റൂമർ കേൾക്കുന്നുണ്ട്. കാരണം സ്വന്തം ജന്മനാട്ടിൽ വെച്ച് ഒരു പ്രൊമോ സെഗ്മെൻറ്റ് മാത്രം നടത്തി ജോൺ സീന പോകില്ലെന്നും ജോൺ സീന ഒരു പ്രൊമോ സെഗ്മെൻറ്റിൽ ഒതുങ്ങാതെ മെയിൻ ഇവൻറ്റിൽ ഒരു മത്സരം കളിച്ചേക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു റൂമറും കേൾക്കുന്നുണ്ട്. അത് നമുക്ക് റോ എപ്പിസോഡിൽ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അത്തരത്തിലുള്ള ഒരു മത്സരം നടക്കുമോ എന്നുള്ളത്. പിന്നെ ചില റൂമേഴ്സിൽ ജെ ഊസോ ജോൺ സീനയുടെ അവസാനത്തെ എതിരാളിയായിട്ട് വരും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ജെ ഊസോ ജോൺ സീനയുടെ അവസാനത്തെ എതിരാളിയായി വന്നിട്ട് ജെ ഊസോ ജോൺ സീനയെ പരാജയപ്പെടുത്തുന്ന ആ ഒരു രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനുശേഷം WWE സംബന്ധിച്ച് നടക്കാൻ പോകുന്ന ചർച്ചകൾ എത്തരത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഊഹിക്കാവുന്നതാണ്. സീനയുടെ കരിയറിലെ സീനയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു ഭാഗമായിരിക്കും ജെ ഊസോയെ പോലെയുള്ള റെസ്ലർ ജോൺ സീനയുടെ അവസാനത്തെ എതിരാളിയായി മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഒരിക്കലും അങ്ങനെ നടക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ റോ എപ്പിസോഡിൽ വലിയ സർപ്രൈസുകൾ പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് കേൾക്കുന്നുണ്ട്. സൂപ്പർ താരമായ റോമൻ റീൻസിൻ്റെ റിട്ടേൺ നടന്നേക്കാൻ സാധ്യതയുണ്ട്. കാരണം സർവൈവർ സീരീസിലെ വാർ ഗെയിംസിൽ മെൻസ് വാർ ഗെയിംസിൽ റോമൻ റീൻസ് CM പങ്കിൻ്റെ ടീമിൽ ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ സ്റ്റോറി ബിൽഡപ്പ് ചെയ്യാൻ റോമൻ റീൻസിൻ്റെ റിട്ടേൺ നടത്താൻ പറ്റിയ ഏറ്റവും വലിയൊരു സുവർണാവസരമാണ് ഈ ഒരു റോ എപ്പിസോഡ്. അപ്പോൾ ചൊവ്വാഴ്ചത്തെ റോ എപ്പിസോഡിൽ റോമൻ റീൻസിൻ്റെ തിരിച്ചറിവ് ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ആക്രമിച്ച് പങ്കിൻ്റെ കൂടെ ടീം ആകുന്ന ഒരു അനൗൺസ്മെൻറ്റും കൂടി വെളിപ്പെടുത്തിക്കൊണ്ടായിരിക്കുമെന്നാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ റോമൻ റീൻസിൻ്റെ ഒരു റിട്ടേൺ, ജോൺ സീനയുടെ ഒരു മത്സരം, ജോൺ സീനയുടെ അവസാന എതിരാളിയെ കണ്ടുപിടിക്കുന്ന ടൂർണമെൻറ്റ്, അങ്ങനെയുള്ള വമ്പൻ സംഭവ ബഹുലമായിട്ടുള്ള ഒരു റോ എപ്പിസോഡായിരിക്കും ഈ ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടുള്ള റോ എപ്പിസോഡ്. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഇന്ന് നടന്ന AEWൻ്റെ കൊളീഷൻ എന്ന് പറയുന്ന വീക്ക്ലി എപ്പിസോഡിൽ ഒരു മത്സരം നടക്കേണ്ടതായിരുന്നു. എന്നാൽ മത്സരം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ആ മത്സരത്തിൽ പങ്കെടുക്കേണ്ട 2 വുമൺ റെസ്ലേഴ്സ്, ഒരു ടീമായിരുന്നു അവർ ഷോ വിട്ട് ഇറങ്ങിപ്പോയി എന്നാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. പണ്ട് നയോമിയും സാഷ ബാങ്ക്സും WWEയുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഷോയ്ക്ക് മുൻപ് ഇറങ്ങിപ്പോയ പോലെ ഇവരും ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇത് സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഒരു കാര്യമല്ല. ഇവർക്ക് പകരം മറ്റൊരു ടീമിനെ ഇട്ട് ആ ടൂർണമെൻറ്റ് ഇവർ മുന്നോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ അന്ന ജെ അതുപോലെ തന്നെ ടൈമെലോ അവർക്കെതിരെയുള്ള ഒരു മത്സരത്തിന് താല്പര്യമില്ല, അവർക്കെതിരെ പരാജയപ്പെടാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻ WWE സൂപ്പർ സ്റ്റാറായ ടിഗൻ നോക്സ് എന്ന് പറയുന്ന റെസ്ലറും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഈ ഒരു ടീം ഇറങ്ങിപ്പോയത്. അപ്പോൾ അവർ പരാജയപ്പെടാൻ ഒരുക്കമാണ്. പക്ഷേ കുറച്ചും കൂടി TV ടൈമും റെസ്ലിംഗ് ചെയ്യാനുള്ള മത്സരവും കൊടുക്കണമെന്നത് ആവശ്യപ്പെട്ടു. പക്ഷേ ക്രിയേറ്റീവ് ടീമിന് അവർ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്ക്രിപ്റ്റിൽ നിന്ന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർ ഈ ഒരു സ്ക്രിപ്റ്റുമായി മുന്നോട്ടേക്ക് പോകാൻ ഈ ഒരു ടീമിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവർക്കതിൽ സമ്മതം അറിയിക്കാൻ സാധിച്ചില്ല. അവർ ഈ ഒരു ഷോ വിട്ടുപോയി. അപ്പോൾ പകരം വന്ന ടീം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചു. അപ്പോൾ ഇറങ്ങിപ്പോയവരെ പുറത്താക്കാനും പകരം ഈ ഒരു മത്സരത്തിന് ഇറങ്ങിയ ടീമിനെ മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും സാധ്യത ഉണ്ടെന്ന്
PW ഇൻസൈഡറും ഫൈറ്റ്ഫുൾ സെലക്റ്റും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. AEWനെ സംബന്ധിച്ച് കൊളീഷൻ എന്ന വീക്കിലി എപ്പിസോഡിലെ ഏറ്റവും വലിയ ചർച്ചയായി മാറിയത് അതിലെ സ്റ്റോറിയിലേതല്ല, പക്ഷേ പിന്നാമ്പുറത്ത് നടന്ന ഈ ഒരു വലിയ സംഭവ വികാസമാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. മൂന്നാമത്തെ അപ്ഡേറ്റ്, ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ അടുത്ത വർഷത്തിലെ വലിയ പേപ്പർ വ്യൂ ആയ റസിൽ കിങ്ഡം എന്ന് പറയുന്ന ജനുവരി 4-ാം തീയതി നടക്കാൻ പോകുന്ന ടോക്കിയോ ഡോം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്ന ഈ ഒരു ഇവൻറ്റിലേക്ക് ഹിരോഷി ടനഹാഷി എന്ന ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ, ആ സൂപ്പർ സ്റ്റാറിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ അവസാനത്തെ എതിരാളി, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചിലെ എതിരാളി AEW റെസ്ലറും ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലെ തന്നെ മറ്റൊരു സൂപ്പർ താരവും ആയിരുന്ന കസ്റ്റിക ഒക്കാഡ എന്ന് പറയുന്ന താരമായിരിക്കും എന്നുള്ളത് ഒഫീഷ്യലി ഇന്നലെ കൺഫേം ചെയ്യുകയുണ്ടായി. അപ്പോൾ കസ്റ്റിക ഒക്കാഡയുടെ റിട്ടേൺ വളരെ സർപ്രൈസ് ആക്കി ഒരു സാധാ ഷോയിലാണ് അവർ നടത്തിയത്. ഒക്കാഡയും ഹിരോഷി ടനഹാഷിയും ഫേസ് ടു ഫേസ് വരുന്നതോടുകൂടി ഹിരോഷി ടനഹാഷിയുടെ അവസാന എതിരാളി ആരായിരിക്കും എന്നുള്ളൊരു സൂചന അവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നടന്ന പ്രസ് കോൺഫറൻസിലൂടെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് അത് ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിരോഷി ടനഹാഷി ഒക്കാഡയെ എതിരാളിയായിട്ട് കിട്ടുന്നതിൻ്റെ ഒരു കാരണമായിട്ട് പറഞ്ഞത് താനുമായി നല്ലൊരു ഡീപ്പ് കണക്ഷനുള്ള ഒരു റെസ്ലറിനെയാണ് തനിക്ക് ഒപ്പോണൻ്റായി അവസാന മത്സരത്തിൽ ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റിക ഒക്കാഡ അതിന് സമ്മതം മൂളിയത് തന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞാണ് ഒക്കാഡയെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലേക്ക് തിരികെ കൊണ്ടുവന്ന് ഈ ഒരു മത്സരത്തിനുള്ള സാധ്യതകൾ ഹിരോഷി ടനഹാഷി കോപ്പ് കൂട്ടിയത്. അപ്പോൾ ആ ഒരു മത്സരം ജനുവരി 4-ാം തീയതി നടക്കാൻ പോകുന്നുണ്ട്. ജോൺസന എന്ന് പറയുന്ന WWE സൂപ്പർ സ്റ്റാർ നമുക്ക് എത്തരത്തിലുള്ള ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റെസ്ലറാണ്. അതുപോലെ തന്നെയാണ് ഹിരോഷി ടനഹാഷി ജാപ്പനീസ് റെസ്ലിംഗ് ആരാധകർക്കിടയിൽ അവിടെ മറ്റൊരു തലത്തിലേക്ക് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിനെ വളർത്തിക്കൊണ്ടുവന്ന് അമേരിക്കയിലടക്കം ഓഡിയൻസിനെ ഉണ്ടാക്കി. കേരളത്തിലടക്കം ഹിരോഷി ടനഹാഷിക്ക് ഒട്ടനവധി ആരാധകരുണ്ടെന്ന് അറിയാം. അവരെ ചെറുതായി കാണുകയല്ല. ഹിരോഷി ടനഹാഷി എന്ന് പറയുന്നത് പ്രൊഫഷണൽ റെസ്ലിംഗിൽ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൽ തന്നെ മറ്റൊരു ഇടം ഉണ്ടെന്ന് കാണിച്ച് കൊടുത്ത റെസ്ലർമാരിൽ ചിലരിൽ ഒരാളാണ്. അപ്പോൾ ഹിരോഷി ടനഹാഷിയുടെ റിട്ടയർമെൻറ്റ് മാച്ചിലെ എതിരാളി കസ്റ്റിക ഒക്കാഡ ആയിരിക്കും എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. നാലാമത്തെയും അവസാനത്തേതുമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്, നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്കിൻ്റെ ഈ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിന് ശേഷമുള്ള ആദ്യ ടൈറ്റിൽ ഡിഫൻസ് ആർക്കെതിരെ ആയിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിൽ CM പങ്കിനെ ആദ്യം സഹായിക്കാനെന്ന രൂപേണ CM പങ്കിൻ്റെ കൂടെ നിന്ന് പിന്നീട് CM പങ്കിനെ ബ്രാസ് നെക്കിൾസ് ഉപയോഗിച്ച് ആക്രമിച്ച ലോഗൻ പോൾ എന്ന് പറയുന്ന പാർട്ട് ടൈം യൂട്യൂബ് റെസ്ലർ, അദ്ദേഹത്തിനെതിരെയായിരിക്കും CM പങ്ക് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നും ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ച് നടക്കുന്ന ഡിസംബർ 14-ാം തീയതിയിലെ സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിലായിരിക്കും ഈ ഒരു ടൈറ്റിൽ ഡിഫൻസ് നടക്കാൻ പോകുന്നത് എന്നുള്ളതും റെസ്ലിംഗ് ഒബ്സർവർ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CM പങ്കിനെ തന്നെയാണ് വിജയ സാധ്യത കൂടുതലുള്ളത്. ലോഗൻ പോളിനെതിരെ നല്ലൊരു പ്രകടനം CM പങ്കിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. മറ്റ് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് കിട്ടിയാൽ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.